ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണേലോ അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റാണ് ചിക്കൻ ടിക്ക എഗ് പോളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക എഗ് പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 250-300 ഗ്രാമിൻ്റെ ഇടയിലായിട്ടുണ്ട് കേട്ടോ ചിക്കൻ പീസസ്. ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ല നമ്മുടെ ക്യുമിൻ സീഡ് അതിൻ്റെ പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളൂ. പിന്നെ ഇത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പുളി കുറവുള്ള തൈര് ആയതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ വിനീഗറിൻ്റെ അളവിൽ കുറയ്ക്കണേ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. അതിനിടയിൽ പാകത്തേണ്ട ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ടിക്ക മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പാൻ വെച്ചിട്ട് ചൂടായ സമയത്ത് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതാണ് ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എണ്ണ ചൂടായ സമയത്ത് നമ്മുടെ ചിക്കന് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നെയ്യിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വെള്ളത്തിനെ മൊത്തത്തിലായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ 1/4 കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ക്യാരറ്റും പിന്നെ 1/4 കപ്പ് തക്കാളിയും എല്ലാം ചെറുതായിട്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഏകദേശം 1-2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ആ ഒരു വെജീസിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും, അത്രമാത്രമേ ഉള്ളൂ. ഒരുപാട് അങ്ങ് വെന്തൊടയാൻ പാടില്ല കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഈ ഒരു രീതിയിലൊന്ന് ആയതിന് ശേഷം ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് ഇതിലേക്ക് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒന്ന് മിഡിലായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വെച്ച് കൊടുക്കുക കേട്ടോ, ഫില്ലിംഗ് ഒക്കെ ഒന്ന് സൈഡിലാക്കിയിട്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു ചെറിയൊരു സ്റ്റീൽ ബൗളോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ നല്ലപോലെ ചാർക്കോളൊന്ന് കണലാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പുക വരും. ഉടനെ തന്നെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്മോക്കി ഫ്ലേവറും കൂടി ഉണ്ടാവണം ഈ ഒരു ഫില്ലിങ്ങിന്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല. എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ആക്കി നോക്കണേ. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഈ സ്മോക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അതവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അതിനിടയിൽ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉറച്ചിട്ട് തന്നെ പുഴുങ്ങിയെടുക്കണേ. കാരണം എങ്കിൽ ഈ ഒരു പോളയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓവർ സോഫ്റ്റായിട്ട് പുഴുങ്ങിയാൽ പോളയിൽ നിന്ന് കഴിക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം നേരെ ഹാഫ് ആക്കിയിട്ട് അങ്ങനെ 6 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പോള റെഡിയാക്കാനായിട്ടുള്ള ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട് കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ളതായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടായാലും എങ്ങനെയായാലും കുഴപ്പമില്ല. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. 250 സെയിം നമ്മൾ പാൽ ഏതിലാണോ എടുക്കുന്നത് അതേ അളവ് തന്നെ കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ.
അടുത്ത ഇതിലേക്ക് ഒന്നിക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ, ഏതാണോ ഇഷ്ടമുള്ളത് എടുക്കുക, കുഴപ്പമില്ല. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് വരും കേട്ടോ ആ ഒരു പീസ്. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കട്ടെ, നിങ്ങളുടെ ഫ്ലേവർ നോക്കിയിട്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഓരോ പൊടിയുടെ അളവിലും ചെറിയ പാലിൻ്റെ അളവിൽ വ്യത്യാസം വരെ കേട്ടോ. ഭയങ്കര തിക്കായി പോയി എന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമുക്കിനി പെട്ടെന്ന് തന്നെ ചിക്കൻ ടിക്ക പോള റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ സമയത്ത് ഇതിലേക്ക് നെയ്യ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നെയ്യൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണേ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയില്ലേ, അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ എല്ലാ സൈഡിലേക്കും നമ്മൾ വിതറിയിട്ട് ഇട്ട് കൊടുക്കുക, എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ അതേപോലെ ഒരേ കനത്തിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ അടിയിലായിട്ട് ഒരു പഴയ പാന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വേണേൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാറ്ററി ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം എങ്കിലേ നമുക്കിതിലേക്ക് മുട്ട വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോകാതെ നിൽക്കുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് അടപ്പ് തുറന്ന് ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ചെറിയ രീതിക്കൊന്ന് സെറ്റായിട്ടുണ്ട് സൈഡൊക്കെ. ഇനി നമ്മുടെ മുട്ട നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് 6 പീസ് മുട്ടയും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ മുട്ട വെച്ച് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ല, താഴ്ന്നൊന്നും പോകുന്നില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണേ മുട്ട വെക്കുന്ന സമയത്ത്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് വേണം പോള റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ മുട്ട മൊത്തത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് ഫില്ലിങ് ബാക്കി വെച്ചിട്ടുള്ള ഒരു 1/4 ഭാഗത്തോളം അത് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ സൈഡിലേക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മല്ലിയിലും പിന്നെ നമുക്ക് എന്തൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണം, വെജീസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും മല്ലിയിലും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നിട്ട് തന്നെ ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം മുട്ടയും ആ ഒരു വെജീസും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പതുക്കെ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതാ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 25 to 30 മിനിറ്റാണ് കേട്ടോ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്ന. ആ ഒരു സമയമാകുമ്പോൾക്ക് കറക്റ്റ് റെഡി ആയിക്കോളും. അപ്പോൾ ഒരു 25 മിനിറ്റൊക്കെ ആവുന്ന സമയത്ത് അടുപ്പ് തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് എത്രത്തോളം ഫ്ലെയിം കുറച്ച് വെക്കാൻ പറ്റും അത്രയും കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അടി കരിയാതെ കറക്റ്റായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക എഗ് പോള റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. ഏകദേശം ഇത് ഒരു 30 മിനിറ്റൊക്കെ ആവാനായ സമയത്താണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്വയറോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കണ്ടില്ല, ഒട്ടും തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നു ഒന്നുമില്ല, കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചിട്ടിട്ട് ഈ ഒരു സൈഡ് കുറച്ചൊന്ന് മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഞാനിപ്പോൾ മൊരിച്ചെടുക്കുന്നൊന്നുമില്ല, ഇത് കറക്റ്റായിട്ട് തന്നെ എല്ലാ ഭാഗവും കുക്കായി വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാ ഇനി കുറച്ച് ടൈമായിട്ട് ഒന്നങ്ങ് ചൂട് ആറിയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എങ്കിലേ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടിക്കോളും. അങ്ങനെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ടിക്ക എഗ് പോള റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ. അപ്പോൾ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണേലോ അല്ലെങ്കിൽ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ട്രൈ ചെയ്യാൻ പറ്റിയുള്ളൊരു കിടലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എന്തായാലും ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്